LLBയുടെ ലാൻഡ് ലോ എന്നുള്ള സബ്ജക്റ്റിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. ഒരു ഓവർവ്യൂ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഓവർവ്യൂ ക്ലാസ് കൊണ്ട് തന്നെ ലാൻഡ് ലോയെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായ ഐഡിയ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ലാൻഡ് ലോയുമായിട്ട് നിയമത്തിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ലാൻഡിനെ നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 9 നിയമങ്ങളോളം നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. കേരളത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ലാൻഡ് ലോ അനലൈസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 9 നിയമങ്ങളോളം ഉണ്ട്. അതിലെ ലാൻഡ് റിഫോംസ് ആക്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാലും അതുപോലെയുള്ള മറ്റു പല ആക്റ്റുകളും നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മളൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു അപ്രോച്ചാണല്ലോ ആദ്യം വേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം മനസ്സിൽ തന്നെ വെക്കേണ്ട ആദ്യത്തെ കാര്യം ഒരു ഒറ്റ നിയമമായിട്ട് മനസ്സിലാക്കുക അല്ല. ഇതിനകത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ ഒരുപാട് നിയമങ്ങളെല്ലാം കൂടെ ചേരുന്നതാണ് ലാൻഡ് ലോ എന്നുള്ള ആ സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൽ നമുക്ക് LLBയുടെ സിലബസിൽ പറയുന്ന ഒരു ഓർഡറിൽ നമുക്ക് ആദ്യം ഒരു ഓവർവ്യൂ മനസ്സിലാക്കാം. അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് തുടങ്ങി പ്രസൻറ്റിൽ ഇപ്പോൾ എന്താണ് എത്തി നിൽക്കുന്നത് അതുവരെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെപ്തിലേക്കോ ഓരോരോ ടോപ്പിക്ക് പോകണമെങ്കിൽ അങ്ങനെയും നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലാൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ലാൻഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റിനെ മലയാളത്തിൽ ഭൂമിയെന്നോ നിലമെന്നോ പുരയിടമെന്നോ പല വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. പക്ഷേ ഒരു ഭൂസ്വത്ത് എന്നുള്ള ഒരു ആംഗിളിലാണ് നമുക്ക് ഇവിടെ ലാൻഡിനെ കാണേണ്ടത്. അപ്പോൾ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അതിൻ്റെ അകത്ത് ലാൻഡിൻ്റെ ട്രാൻസ്ഫറിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലാൻഡ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണ് എന്നുള്ളതും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. പ്രോപ്പർട്ടികളെ മൂവബിൾ പ്രോപ്പർട്ടി എന്നും ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ അത് ലാൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. എടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്ത് വെക്കാൻ പറ്റാത്ത ഒരു പ്രോപ്പർട്ടിയാണ് ലാൻഡ്. എന്നാൽ ഈ ലാൻഡ് ഓൺ ചെയ്യാനും പൊസസ് ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനും അങ്ങനെ പല രീതിയിൽ പല പല കാര്യങ്ങൾ ലാൻഡ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ലാൻഡിനെ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം, അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിക്കാം, ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാം. അങ്ങനെ പലതരം ഉപയോഗങ്ങൾ ലാൻഡിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമപരമായ ഒരു ആംഗിളിൽ കൂടെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ലാൻഡ് അല്ലെങ്കിൽ ഈ പുരയിടം എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓരോ വ്യക്തികൾക്കും ലാൻഡ് ഓൺ ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് നമുക്ക് ഭൂസ്വത്ത് കൈവശം വയ്ക്കാനും അതിനുടമസ്ഥ അവകാശം വയ്ക്കാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. അതായത് ഓണർഷിപ്പുണ്ട്. പൊസഷൻ മാത്രമല്ല, ഓണർഷിപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ട്. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഉണ്ട്. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ആസ് എ പ്രോപ്പർട്ടി ഇന്നുണ്ട്. പക്ഷേ ഇത് എത്ര കാലമായി അങ്ങനെ ഒരു വ്യക്തികൾക്ക് ലാൻഡ് ഒരു പ്രൈവറ്റ് ഓണർഷിപ്പിൽ വയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളൊരു അനാലിസിസിൽ നിന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് ആലോചിക്കുക. ഭൂമി ഉണ്ടായപ്പോൾ തൊട്ട് മനുഷ്യർ ഉണ്ടായ കാലഘട്ടങ്ങളിൽ, ഭൂമി ഉണ്ടായപ്പോൾ മനുഷ്യരില്ല, ഭൂമി ഉണ്ടായി കുറേ കാലങ്ങൾക്ക് ശേഷമാണ്, വളരെ റീസെൻ്റായിട്ടാണ് മനുഷ്യർ ഭൂമിയിൽ വന്നത്. മനുഷ്യർ ഭൂമി വന്ന സമയത്ത് അധികം പോപ്പുലേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭൂമിയിലെ എല്ലാ സ്ഥലവും കുറച്ച് മനുഷ്യരുടെ കയ്യിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ അവർക്കൊരു ഓണർഷിപ്പ് എന്ന് വിളിക്കാവോ എന്നറിയില്ല, അങ്ങനെ മതിൽ കിട്ടിയോ വെയിൽ കിട്ടിയോ വേർതിരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നോ, അതോ ഒരു കമ്മ്യൂണിറ്റി ഓണർഷിപ്പായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. എന്നാൽ മനുഷ്യരുടെ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാലും പൊതുവേ ഉള്ളൊരു ധാരണ, ആദ്യകാലത്തെ മനുഷ്യർ ഇങ്ങനെ വാണ്ടറേഴ്സ് ആയിരുന്നല്ലോ, ഒരു സ്ഥലത്ത് സെറ്റിൽ ചെയ്ത് താമസിക്കുന്ന ആൾക്കാരായിരുന്നില്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തൂടെ അടുത്ത സ്ഥലത്ത് പോയി, അടുത്ത സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്ത് പോയി അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. അതിനുശേഷമാണല്ലോ ഒരു സെറ്റിൽ ലൈഫ്, അഗ്രികൾച്ചറിൻ്റെ തുടക്കത്തോടുകൂടി ഒരു സെറ്റിൽ ലൈഫ് വരുന്നത്. അപ്പോൾ സെറ്റിൽ ലൈഫ് വരുമ്പോഴും പലപ്പോഴും ഒറ്റയ്ക്ക് ഒരു ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ ഒരു കൺസെപ്റ്റ് അല്ലല്ലോ അന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്നൊരു ട്രൈബൽ ലൈഫോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ലൈഫോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ലൈഫിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ മുഴുവനും കൂടെ സ്വത്തായിരുന്നു ലാൻഡ്. ആ ഒരു രീതിയിൽ നിന്ന് പിന്നീടുള്ള സിവിലൈസേഷൻ്റെ പാർട്ടായിട്ട് ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ചാൽ കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം കൂടെ നമ്മൾ ഒന്ന് കണക്കാക്കി എടുക്കുമ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലൈഫിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു രീതിയിൽ നിന്ന്
ഈ നമുക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ഒരു കാസ്റ്റ് സിസ്റ്റം എന്നുള്ളൊരു കൾച്ചർ രൂപപ്പെട്ട് വരികയും ഈ ലാൻഡ് ചില കാസ്റ്റിൻ്റെ കയ്യിൽ മാത്രമായി ചുരുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ കേരളത്തിലെ ഒരു കാര്യം എടുത്താൽ തന്നെ നമുക്ക് ഈ ബ്രാഹ്മണരെ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ അങ്ങനെ ഒരു സിസ്റ്റമാണ് ആലോചിക്കുന്നതെങ്കിൽ ഈ ലാൻഡ് കൂടുതലും ഉണ്ടായിരുന്നത് ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു. അപ്പം താഴോട്ട് വരുന്ന ജാതിയിൽപ്പെട്ട താഴോട്ടെന്നുള്ള സങ്കല്പത്തിലുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ ലാൻഡ് ഇല്ലായിരുന്നെന്ന് മാത്രമല്ല, ലാൻഡ് വയ്ക്കാനുള്ള പെർമിഷനും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതായത് എന്തുകൊണ്ട് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം ലാൻഡ് വന്നു? അവർ കൂടുതൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് മിടുക്കരായതുകൊണ്ട് അവരുടെ ലാൻഡ് വന്നതാണോ, അതോ ചില ജാതികൾക്കോ വർഗ്ഗങ്ങൾക്കോ ലാൻഡ് കൈവശം വയ്ക്കാൻ നിഷിദ്ധമായതുകൊണ്ട് അവരുടെ ലാൻഡ് ഇല്ലാതെ പോയതാണോ എന്നറിയില്ല. അപ്പോൾ അത് ഒരു ലാൻഡ് ആസ് എ ഒരു ലാൻഡ് ഒരു ക്യാപിറ്റൽ അസെറ്റാണ്, ഒരു ക്യാപിറ്റലാണ്, ഒരു വൺ ഫോം ഓഫ് ക്യാപിറ്റലാണ്. ഈ ക്യാപിറ്റൽ അക്യൂർ ചെയ്യാനേ ചില ആൾക്കാർക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ സാഹചര്യം അന്നത്തെ ശരികൾക്കനുസരിച്ച് അല്ലെങ്കിൽ നിയമങ്ങൾക്കനുസരിച്ച് അന്ന് നിഷിദ്ധമായിരുന്ന ഒരു കാര്യമായിട്ട് വേണം കണക്കാക്കാൻ. അന്ന് സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവർക്ക് ലാൻഡ് കൈവശം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാൻഡ് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ ആലോചിച്ചാൽ ഇത് ഒരു അപ്പർ ക്ലാസ്സിൽ മാത്രം അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിൽ മാത്രമായി നിന്നു. ആ അപ്പർ കാസ്റ്റിൽ അക്യുമുലേറ്റഡ് ആയി. അപ്പർ കാസ്റ്റിൽ അക്യുമുലേറ്റഡ് ആകുമ്പം തന്നെ നമുക്ക് രണ്ട് വാക്കുകളിൽ വേണമെങ്കിൽ കേരളത്തിൻ്റെ ആസ്പെക്റ്റിലൊക്കെ ഈ ലാൻഡിനെ കണക്കാക്കാം. ദേവസ്വം എന്നും ബ്രഹ്മസ്വം എന്നുള്ള ഒരു ആംഗിളിൽ കണക്കാക്കാം. അപ്പോൾ ദേവസ്വം എന്ന് പറഞ്ഞാൽ ലാൻഡ് എല്ലാം ദൈവത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നുള്ള കൺസെപ്റ്റാണ് ദേവസ്വം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയറ്റിയുടെ പ്രോപ്പർട്ടി ആവുമ്പോൾ, ഇപ്പോൾ ഡയറ്റിക്ക് നേരിട്ട് ലാൻഡ് കൈകാര്യം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ടെമ്പിളിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു അമ്പലത്തിനോട് ചുറ്റിപ്പറ്റി ഒരു ക്ഷേത്രത്തിൻ്റെ സ്വത്തായിട്ട് ലാൻഡിനെ മാറുന്നു. അപ്പം ക്ഷേത്രത്തിൻ്റെ കീഴിൽ ലാൻഡ് വരുന്നതാണ് ദേവസ്വം. ഇപ്പോഴും ഉണ്ട്, ദേവസ്വം പ്രോപ്പർട്ടികളുണ്ട്. അത് ഒരു വശം. അതല്ല, ബ്രാഹ്മണരുടെ കയ്യിലുള്ള പ്രോപ്പർട്ടികളെ ബ്രഹ്മസ്വം എന്ന് വിളിക്കുമ്പോൾ ബ്രാഹ്മണരുടെ കയ്യിലാണ് പ്രോപ്പർട്ടികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ലാൻഡ് നായന്മാരുടെ കയ്യിലോട്ടൊക്കെ വരുന്നുണ്ട്. എന്നാലും താഴെ തട്ടിലുള്ള ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നോ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നോ വിളിക്കുന്നവരുടെ കയ്യിൽ ലാൻഡ് ഇപ്പോൾ ഇന്നത്തെ കാണുന്ന ഒരു പ്രൈവറ്റ് ഓണർഷിപ്പ് എന്നുള്ള കൺസെപ്റ്റിൽ ഇല്ലാതെ വന്നതാണ് ഈ ഒരു നമ്മുടെ ഡിസ്കഷൻ്റെ ഏറ്റവും ഒരു പ്രാഥമിക രൂപം. അപ്പം ലാൻഡിൻ്റെ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അന്നത്തെ ശരിയുമായിരുന്നു, അന്നത്തെ നിയമവുമായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ശരി അടുത്ത കാലഘട്ടത്തിലാവുമ്പോൾ തെറ്റാവുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാവാം. എല്ലാ കാലത്തും ഒരു ശരിയായിട്ടിരിക്കണമെന്നില്ല. അപ്പോൾ അന്ന് ഇത് ശരിയായിരുന്നെങ്കിലും പിന്നീട് ഈ ഒരു സാമൂഹിക വ്യവസ്ഥിതി തന്നെ തെറ്റാണെന്ന് തോന്നുകയും ഈ ഒരു രീതിയിൽ ഒരുപാട് അനീതി ഉണ്ടെന്ന് തോന്നുകയും ഇവിടെ ഒരു ജസ്റ്റിസ് ഇല്ലയെന്ന് തോന്നുകയും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഭരണഘടന എഴുതിയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സോഷ്യൽ ജസ്റ്റിസിന് അഗെയിൻസ്റ്റായിട്ട് കണക്കാക്കുകയും സോഷ്യൽ ജസ്റ്റിസ് കിട്ടാനായിട്ട് ഈ ലാൻഡ് മാത്രമല്ല മൊത്തത്തിൽ വെൽത്തിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ ആവശ്യമാണ് എന്ന് വരികയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ ലാൻഡിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റുകൾ തീരുമാനിക്കുകയാണ്. ഒരു അപ്പർ ക്ലാസ്സിൻ്റെയോ അല്ലെങ്കിൽ അപ്പർ കാസ്റ്റിൻ്റെയോ കയ്യിലിരുന്ന ലാൻഡ് അല്ലാതെയുള്ള ആൾക്കാരിലേക്കും കൂടെ എത്തിക്കാനായിട്ട് സർക്കാരുകൾ തീരുമാനിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ സൂചനകൾ ഭരണഘടനയിൽ കൊണ്ടുവരുന്നു. പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും അതിനുള്ള നിയമങ്ങൾ പാസ്സാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഈ വിഷയത്തെ നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ വരുമ്പോൾ ലാൻഡ് കൂടുതലുള്ള ആൾക്കാരിൽ നിന്ന് ലാൻഡ് ഇല്ലാത്ത ആൾക്കാരിലേക്ക് ലാൻഡ് എത്തിക്കേണ്ടത് ആവശ്യമായിട്ട് വരുന്നു. അവരുടെ സാമൂഹിക പുരോഗതിക്കും ഉന്നതിയിലേക്ക് പോകാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പാസ്സാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963. അതിനു മുൻപ് 1957 ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിലും കോടതി അത് തടഞ്ഞു. പക്ഷേ അതിനുശേഷം 1963 വീണ്ടും ഒരു വ്യത്യസ്തമായ രീതിയിൽ കേരള ലാൻഡ് റിഫോംസ് ആക്ട് വഴി നിയമം കൊണ്ടുവരികയും ഒരാൾക്ക്
കൈവശം വയ്ക്കാൻ പറ്റുന്ന ലാൻഡിന് പരിധി, ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനോ കൈവശം വയ്ക്കാവുന്ന ലാൻഡിന് പരിധി നിശ്ചയിക്കുകയും അങ്ങനെ സർപ്ലസ് ആയിട്ടുള്ള ലാൻഡ് ഗവൺമെൻറ്റിലേക്ക് പോവുകയും ആ ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് ബാക്കി ലാൻഡ് ഇല്ലാത്തവർക്ക് ലാൻഡ് എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വേറൊരു വശം കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു ലാൻഡ് കൂടുതലുണ്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ, അപ്പം ബ്രാഹ്മണർ ഒരു ജന്മി ആയിട്ട് കണക്കാക്കിയാൽ, അപ്പോൾ ഒരു ജന്മി കുടിയാൻ ഒരു ബന്ധമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ജന്മി സിസ്റ്റം കേരളത്തിൽ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ജന്മി ലാൻഡ് ഉണ്ടെങ്കിലും ഇദ്ദേഹം ലാൻഡ് ഒന്നും ചെയ്യാറില്ല, ഇദ്ദേഹം ലാൻഡിൽ കൃഷി ചെയ്യാറില്ല. ഈ ജന്മി എന്ത് ചെയ്യും, ഈ ലാൻഡ് പാട്ടത്തിന് വേറെ ഒരാൾക്ക് കൊടുക്കും. അതാണ് ടെനൻറ്റ്, പാട്ടക്കാരനാണ് ടെനൻറ്റ്. അപ്പോൾ ഈ ടെനൻ്റാണ് ശരിക്കും കർഷകൻ. ഈ കർഷകനാണ് കൃഷി ചെയ്യുന്നത്. കർഷകൻ്റെ കൂടെ കർഷക തൊഴിലാളികളുണ്ട്, അത് അടുത്ത ഘട്ടമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഹൈറാർക്കിക്കൽ പിരമിഡ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു ജന്മിയായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബ്രാഹ്മണൻ കൃഷി ചെയ്യുന്നില്ല. ആ കൃഷി ചെയ്യാനായിട്ട് കൃഷിഭൂമി ഒരു കർഷകന് കൈമാറുന്നു. കർഷകൻ ടെനൻ്റാണ്. ആ ടെനൻ്റ് കർഷക തൊഴിലാളികളെയും കൂടെ സഹായത്താൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്നിരുന്ന ഒരു അനീതി എന്ന് പറഞ്ഞാൽ, പലതരത്തിലുള്ള അനീതിയുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു കാണേണ്ട ഒരു അനീതി എന്ന് പറഞ്ഞാൽ, ഈ അന്നത്തെ നിയമ സാഹചര്യത്തിൻ്റെ ആനുകൂല്യത്താൽ ജന്മിയുടെ കയ്യിൽ ഒരുപാട് ഭൂമി വന്നു ചേർന്നു. ബാക്കിയുള്ളവർക്ക് ആർക്കും ഭൂമി കൈവശപ്പെടുത്താൻ നിയമം അനുവദിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ ഈ ജന്മിയുടെ കയ്യിൽ ഒരുപാട് ഭൂമിയുണ്ട്. ആ ഭൂമി കൃഷി ചെയ്ത് ജീവിക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. അത് പാട്ടത്തിന് ഒരു കർഷകനെ ഏൽപ്പിക്കുകയാണ്, ഒരു ടെനന്റിനെ ഏൽപ്പിക്കുകയാണ്, പാട്ടക്കാരനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം കൃഷി ചെയ്യണം, പാട്ടക്കാരൻ കൃഷി ചെയ്യണം. പക്ഷേ അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശമില്ല, ഒരു കൈവശാവകാശം മാത്രമേ ഉള്ളൂ, പൊസഷൻ മാത്രമേ ഉള്ളൂ, ഓണർഷിപ്പില്ല. അപ്പോൾ അദ്ദേഹം കൃഷി ചെയ്തതിന് ശേഷം കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നല്ലൊരു പങ്ക് ഈ ജന്മിക്ക് കൊടുക്കണം. 50% മുകളിലായിരുന്നു പലപ്പോഴും കൊടുക്കേണ്ടത്. അപ്പോൾ കൃഷി നമുക്കറിയാം, ഇന്ന് പോലും കൃഷി ഒരു ആദായകരമായ ഒരു വരുമാന മാർഗ്ഗമല്ല. പലതരം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് വേണം കൃഷി ചെയ്യാൻ. ഒരു മഴയോ കാറ്റോ വരൾച്ചയോ എന്ത് വന്നാലും കൃഷി നഷ്ടമാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും പലപ്പോഴും ഈ ജന്മിക്ക് കിട്ടേണ്ട ഒരു വീതം, അതിനെ നമുക്ക് വാടകയെന്നോ ഒരു ഷെയറെന്നോ എന്ത് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ജന്മിക്ക് കിട്ടേണ്ടത് ജന്മിക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കണമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ കർഷകർ പലപ്പോഴും പട്ടിണിയിലാവുമായിരുന്നു. കർഷക തൊഴിലാളികൾക്ക് കൂലിയും കൊടുക്കണം, ജന്മിക്കുള്ള ഷെയറും കൊടുക്കണം. അപ്പോൾ ഈ നടുക്ക് നിൽക്കുന്ന ഈ കർഷകർ ഒരു ഇൻ്റർമീഡിയറി ആയിരുന്നു. ഈ ടെനൻ്റ് എന്ന് പറയുന്ന ആൾ ഈ ഓണർ ഓഫ് ദി ലാൻഡിൻ്റെ അടിയിൽ വരുന്ന ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. അയാളാണ് കൃഷി ചെയ്യുന്നത്, എന്നാലും അയാളൊരു ഇൻ്റർമീഡിയറി ആയിട്ട് കണക്കാക്കാം. അതിന് താഴെയാണ് കർഷക തൊഴിലാളി വരുന്നത്. അപ്പം ഈ കർഷകന് ജന്മിയുടെ വീതം കൊടുക്കണം ഏത് സാഹചര്യത്തിലും. കർഷക തൊഴിലാളികൾക്ക് കൂലിയും കൊടുക്കണം. ഇയാൾ പലപ്പോഴും പട്ടിണിയിലാവും. ഇയാൾക്ക് ഇതിനകത്ത് ഓണർഷിപ്പില്ല, ഈ പ്രോപ്പർട്ടിയിൽ ഓണർഷിപ്പില്ല. ഇയാളാണ് ആക്ച്വലി ഒരു റിസ്ക് എടുത്ത് കൃഷി ചെയ്യുന്നത്. അതിൻ്റെ റിസ്കിൻ്റെ റിവാർഡ് പലപ്പോഴും പുള്ളിക്കില്ല. ഏത് സാഹചര്യത്തിലും വേണമെങ്കിലും ഇയാളെ ഒഴിപ്പിച്ച് വിടാനുള്ള ഒരു അധികാരം ജന്മിക്കുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരു വർഷം കൃഷി ചെയ്തെന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം ഇതേ ആൾക്ക് അതേ സ്ഥലം കൃഷി ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. ജന്മിക്ക് വേണമെങ്കിൽ അയാളെ കൃഷിയിൽ നിന്ന് ഒഴിവാക്കി വിടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നതാണ്. അപ്പം ഇതാണ് അന്നത്തെ ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്തണമെന്നുള്ളതാണ് സർക്കാർ ആലോചിച്ചത്. ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരുത്തുക, കൃഷി ചെയ്യുന്ന ആളിലേക്ക്, കർഷകനിലേക്ക് കൃഷിഭൂമി എത്തിക്കുക എന്നുള്ളതാണ് സർക്കാർ ഇതിന് കണ്ട ഒരു വഴി. അത് ജന്മിയുടെ കയ്യിൽ നിന്ന് കർഷകനിലേക്ക് കൃഷിഭൂമി എത്തിക്കുക എന്നുള്ളതാണ്. കർഷക തൊഴിലാളികളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല, കർഷകനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർഷകനിലേക്ക് കൃഷിഭൂമി എത്തിക്കുമ്പോൾ കൃഷി നടക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു എഫേർട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ലാൻഡിൻ്റെ കുറച്ചുകൂടെ റീഡിസ്ട്രിബ്യൂഷൻ വരും, കുറച്ചുകൂടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ലാൻഡ് കുറേയും കൂടെ കൂടും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറുകയും കൂടുതൽ കൃഷി ഇവിടെ നടക്കുകയും ഒക്കെ ചെയ്യുമെന്നുള്ളതായിരുന്നു ഇതിന്ന് പ്രതീക്ഷിച്ചത്. ഇതിൻ്റെ എക്സാക്ട് റിസൾട്ട് അങ്ങനെ ഉണ്ടായി. മിക്സഡ് റെസ്പോൺസാണ് ഇതിൻ്റെ പല കാര്യത്തിലും ഉള്ളതുപോലെ ഈ കാര്യത്തിലും ഉള്ളത്. അത് നന്നായെന്ന് പറയുന്നവരുണ്ട്, ഇതിനകത്ത് ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട്. കേരളത്തിലെ സാഹചര്യം ഇതുകൊണ്ട് ഒരുപാട് മാറ്റം വന്നു എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അപ്പോൾ അത് നമുക്ക് അവസാനം കാണാം ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സിലബസിലേക്ക് ഡയറക്റ്റായിട്ട് കയറാം. സിലബസിലെ ആദ്യത്തെ മോഡ്യൂളിൻ്റെ ഭാഗമായി നമുക്ക് കവർ ചെയ്യേണ്ട ചില കാര്യങ്ങളൊന്ന് എടുത്തു പറയാം.
ആദ്യമായിട്ട് കവർ ചെയ്യേണ്ടത് ലാൻഡ് എന്താണെന്നുള്ളതാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ പഠിക്കണം. റൈറ്റ് ടു ഹോൾഡ് ലാൻഡ് എന്താണെന്ന് പഠിക്കണം. ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീം എന്താണെന്ന് അറിയണം. ലാൻഡ് റിഫോംസിനെ പറ്റി പഠിക്കണം. ആർട്ടിക്കിൾ 31A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം. ഇതിൻ്റെ സ്കോപ്പും ഇംപ്ലിക്കേഷൻസും ആണ് നമ്മൾ ആദ്യത്തെ മോഡ്യൂളിൽ കാണുന്നത്. ഇനി രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഈ കേരള ലാൻഡ് റിഫോംസ് ആക്ടിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് അവിടെ വീണ്ടും നമ്മൾ ചർച്ചയ്ക്ക് വരുന്നത്. അത് ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതും അതിനകത്ത് ഫിക്സിറ്റി ഓഫ് ടെന്യൂർ എന്നുള്ളൊരു കൺസെപ്റ്റ്, അതേപോലെ പർച്ചേസ് ഓഫ് ലാൻഡ് ലോഡ്സ് റൈറ്റ്സ് ബൈ കൾട്ടിവേറ്റിംഗ് ടെനൻസ് എന്നുള്ളൊരു ആസ്പെക്റ്റ്, വെസ്റ്റിംഗ് ഓഫ് ലാൻഡ് റോഡ്സ് റൈറ്റ്സ് ഇൻ ഗവൺമെൻറ്, റൈറ്റ് ടു പർച്ചേസ്, കുടികിടപ്പ്, റോൾ ഓഫ് ലാൻഡ് ട്രിബ്യൂണൽസ് ആൻഡ് ലാൻഡ് ബോർഡ്സ്. ഇതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കാണുന്നത്. അതായത് രണ്ടാമത്തെ മൊഡ്യൂളിൽ നമ്മൾ കാണുന്നത് ഒരു സിംഗിൾ ആക്റ്റാണ്, ഈ ലാൻഡ് റിഫോംസ് ആക്ട് എന്നുള്ള ഒറ്റ നിയമമാണ് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമ്മൾ പല നിയമങ്ങൾ അവിടെ ഒന്നിച്ച് പഠിക്കുന്നുണ്ട്. പല നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് റൈറ്റ് ഓഫ് ഫോറസ്റ്റ് ഡെല്ലേഴ്സ്, ഫോറസ്റ്റ് ഡെല്ലേഴ്സിൻ്റെ റൈറ്റ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെറ്റ്ലാൻഡ് ലോസിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ഓഫ് വെറ്റ്ലാൻഡ് ലോസ്, കേരള ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡർ പഠിക്കും, ലാൻഡ് കൺസർവൻസി ആക്ട് പഠിക്കും, ലാൻഡ് അസൈൻമെൻറ്റ് ആക്ട് പഠിക്കും, റവന്യൂ റിക്കവറി ആക്ട് പഠിക്കും. അതായത് മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പല ആക്റ്റുകൾ ഒന്നിച്ച് പഠിക്കും. ഞാൻ പറഞ്ഞു ഏകദേശം 9 ആക്റ്റുകളോട് പഠിക്കണം. അപ്പോൾ അതിലെ രണ്ടാമത്തെ മൊഡ്യൂളിൽ ഒരു ആക്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു, മൂന്നാമത്തെ മൊഡ്യൂളിൽ കുറേ ആക്റ്റുകൾ ഒന്നിച്ച് പഠിക്കുന്നു. അത് കഴിഞ്ഞ് അവസാനത്തെ മൊഡ്യൂളിൽ, നാലാമത്തെ മൊഡ്യൂളാണ് ഇതിനകത്ത് അവസാനത്തെ മൊഡ്യൂൾ. അവസാനത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ, റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട് 2013 ആണ്. അപ്പോൾ അതിനകത്ത് റീഹാബിലിറ്റേഷൻ, റീസെറ്റിൽമെൻറ്റ് ലോസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ അർബൻ ലാൻഡ് സീലിങ്ങിനെ പറ്റിയും കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റെൻറ്റ് കൺട്രോൾ ആക്ട് 1965 പറ്റിയും നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ലാൻഡ് ലോ എന്ന് പറയുന്നത്. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്ന ഒരു പേപ്പറാണ്. അപ്പം അതിൽ നമുക്ക് ആദ്യത്തെ മോഡ്യൂളിൽ നിന്ന് നമുക്കൊരു ഓവർവ്യൂ അപ്രോച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ലാൻഡ് എന്താണ് എന്നുള്ള ഒരു കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ലാൻഡ് ഈസ് ക്ലാസിഫൈഡ് ആസ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അണ്ടർ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882. അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ലാൻഡ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ലാൻഡിൻ്റെ ഈ ഒരു കൺസെപ്റ്റ് വരുന്നത് ഈ 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ചിട്ടാണ് ലാൻഡ് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് കണക്കാക്കുന്നത്. അതായത് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു പ്രോപ്പർട്ടിയാണ് ലാൻഡ്. അപ്പോൾ ഈ ലാൻഡ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരും? ലാൻഡ് എന്നുള്ളതിൻ്റെ അകത്ത് സർഫസ് ഓഫ് ദി എർത്ത് വരും, സ്ട്രക്ചേഴ്സ് ഓർ ബിൽഡിങ്സ് അറ്റാച്ച് ടു ദി ലാൻഡ് വരും, സബ് സർഫസ് ആയിട്ടുള്ള കാര്യങ്ങൾ, മിനറൽസ്, ഓയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ പെർമനൻ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലാൻഡിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫിക്സ്ചേഴ്സ് വരും. അതായത് ട്രീസോ വെൽസോ അങ്ങനെ ലാൻഡിൽ പെർമനൻ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫിക്സ്ചേഴ്സ് വരും. അപ്പോൾ ഇതെല്ലാം ലാൻഡാണ്. അപ്പോൾ ഈ ലാൻഡ് ലോസിനകത്ത് ഇതെല്ലാം നമ്മൾ പഠിക്കണം. അതായത് എർത്തിൻ്റെ സർഫസിലുള്ള കാര്യങ്ങളെപ്പറ്റി, എർത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബിൽഡിങ്സോ സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എർത്തിൻ്റെ സബ് സർഫസിലുള്ള കാര്യങ്ങൾ, പിന്നെ അതേപോലെ പെർമനൻ്റ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫിക്സ്ചേഴ്സ്, ഇതെല്ലാം ലാൻഡിനകത്ത് വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ലീഗൽ ഒരു ആംഗിളിൽ നമ്മൾ കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, അവിടെ നമ്മൾ ഓണർഷിപ്പിനെ പറ്റി പഠിക്കണം, അതേപോലെ ട്രാൻസ്ഫറബിലിറ്റിയെ പറ്റി പഠിക്കണം. അപ്പോൾ ഓണർഷിപ്പും ട്രാൻസ്ഫറും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ലാൻഡിനെ പറ്റിയിട്ട്. അപ്പോൾ ഓണർഷിപ്പിനോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം പൊസഷനാണ്. പൊസഷൻ എന്ന് പറഞ്ഞാൽ കൈവശം വെക്കുന്നു എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. ഓണർഷിപ്പാണ് ഉടമസ്ഥ അവകാശം വരുന്നത്. അപ്പോൾ കൈവശമുള്ളവരെല്ലാവരും ഉടമകളാവണമെന്നില്ല. ഇപ്പോൾ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുത്താൽ വാടകക്കാരൻ്റെ കൈവശമാണ് ആ കെട്ടിടം ഇരിക്കുന്നത്, പക്ഷേ അയാൾ ഉടമയല്ല. അപ്പം ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം, പൊസഷൻ എന്ന് പറഞ്ഞാൽ കൈവശാവകാശം, ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതേപോലെ മറ്റ് ലാൻഡ് റവന്യൂ ലോസും ടെനൻസി ലോസും എന്ന് പറഞ്ഞാൽ ഈ പാട്ടം അല്ലെങ്കിൽ വാടക ആയിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് കൈകാര്യം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ബേസിക്കായിട്ടൊരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകാനായിട്ടൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കർഷകനുണ്ടെന്ന് വിചാരിക്കുക, ഫാർമർ. അപ്പോൾ ആ ഫാർമർ ഓണിങ് ലാൻഡ് വിത്ത് എ വെൽ ആൻഡ് കോക്കനട്ട് ട്രീസ് ഹാസ് റൈറ്റ്സ് ഓവർ ദി സർഫസ് ലാൻഡ്, ട്രീസ് ആൻഡ് വാട്ടർ സോഴ്സ് ആസ് പാർട്ട് ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഒരു കർഷകനുണ്ടെന്ന് വിചാരിക്കുക, കർഷകൻ്റെ ലാൻഡിൽ ഒരു കിണറുണ്ട്, അവിടെ കുറച്ച് തെങ്ങുകളുണ്ട്,
എങ്കിൽ ആ കർഷകന് ആ ലാൻഡിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുമ്പം ആ ലാൻഡിൻ്റെ സർഫസിലുള്ള ഓണർഷിപ്പുണ്ട്, ഈ തെങ്ങുകളിലുള്ള ഓണർഷിപ്പുണ്ട്, ആ കിണറിലുള്ള ഓണർഷിപ്പുണ്ട്. ഇതെല്ലാം ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ പാർട്ടായിട്ട് ഈ കർഷകന് ഓണർഷിപ്പ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനായിട്ട് എനിക്ക് പറയാനായിട്ട് ഉള്ള കാര്യം. ഇപ്പോൾ ലാൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ബേസിക്കായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്ന ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഹോൾഡ് ലാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ലാൻഡ് കൈവശം വയ്ക്കാനുള്ള അവകാശം, റൈറ്റ് ടു ഹോൾഡ് ലാൻഡ്. അപ്പം അതിന് നമുക്ക് അതിൻ്റെ ഒരു അർത്ഥത്തിലേക്ക് പോകുമ്പം നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഓണർഷിപ്പ് എന്നുള്ളൊരു ആംഗിളുണ്ട്, പൊസഷൻ എന്നുള്ള ആംഗിളുണ്ട്. അതേപോലെ തന്നെ ഓണർഷിപ്പോ പൊസഷനിലോ ആയിരിക്കുന്ന സാധനത്തിനെ നമുക്ക് പല പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. അത് പേഴ്സണലായിട്ടുള്ള പർപ്പസിന് ഉപയോഗിക്കാം, അഗ്രികൾച്ചറലായിട്ടുള്ള പർപ്പസിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ താമസിക്കാനായിട്ട് റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം, കൊമേഴ്ഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം, ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കാം. അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലാൻഡിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കുറേ നിയമങ്ങളുണ്ട്. എന്നാലും നമ്മൾ നേരത്തെ തന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു നിയമം കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 ആണ്. അതേപോലെ ഇന്ത്യൻ ഈസ്മെൻറ്റ്സ് ആക്ട് 1882, ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഈസ്മെൻറ്റ്സ് ആക്ട് 1882 നമ്മൾ പഠിച്ച് കഴിഞ്ഞ ഒരു ആക്റ്റാണ്. അപ്പം ഈ 3 ആക്ട് ആദ്യം തന്നെ ഒന്ന് മനസ്സിലേക്ക് വരിക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തടുത്ത ആക്റ്റുകൾ നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പം ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റൈറ്റ് ടു ഹോൾഡ് ലാൻഡാണ്. അപ്പോൾ ഒരു ലാൻഡ് കൈവശം വെക്കാനുള്ള അവകാശത്തിനകത്ത് ഞാൻ പറഞ്ഞു പൊസഷൻ എന്നുള്ളൊരു ആംഗിളും ഓണർഷിപ്പ് എന്നുള്ളൊരു ആംഗിളും ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവർക്ക് ആ ലാൻഡ് വേറൊരാൾക്ക് കൊടുക്കാൻ ഒന്ന് വിൽക്കണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ഇതെല്ലാം അയാളുടെ അവകാശത്തിൽപ്പെട്ട ഒരു കാര്യമല്ലേ. അപ്പം അതിൽ ഒരു ആംഗിൾ ആലോചിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഒരാൾക്ക് ഒരു ടൗണിൽ കുറച്ച് സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക, അവിടെ ഒരു വീടും ഉണ്ടെന്ന് വിചാരിക്കുക. ആ വീട് വേറൊരാൾക്ക് താമസിക്കാനായിട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുള്ള അവകാശം അയാൾക്കുണ്ട്. അപ്പം കൊടുക്കുന്ന ആൾ ഓണറും അതിൽ കൈവശം വയ്ക്കുന്ന ആൾ ടെനൻറ്റുമായിട്ട് മാറും, ഓണറും ടെനൻറ്റും. അപ്പം അങ്ങനെ ഒരു റൈറ്റ് ഇപ്പം നിലവിലുണ്ട്. ഒരു വ്യക്തിക്ക് ഓണർ, ഒരു ലാൻഡിൻ്റെ ഓണറായിട്ടുള്ള ആൾക്ക് ആ ലാൻഡ് ഒരു റെസിഡൻഷ്യൽ പർപ്പസിനോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനോ വേണ്ടിയിട്ട് വേറൊരാൾക്ക് ലീസിന് കൊടുക്കാനായിട്ട് പറ്റും, ടെനൻറ്റിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ആ ഒരു കാര്യം ഒരു ലാൻഡ് ലോഡിന് ടെനൻറ്റിന് ലാൻഡ് കൊടുക്കാനുള്ള ഒരു അവകാശവും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ഏത് ആംഗിളിലാണ് ശ്രദ്ധിച്ചേക്കുക. അത് നമുക്ക് കൊടുക്കാനുള്ള ഒരു റൈറ്റ് ഉള്ളത് റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി കൊടുക്കാം, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി കൊടുക്കാം. അപ്പോൾ അഗ്രികൾച്ചർ പർപ്പസിന് കൊടുക്കുന്നതിന് ഇപ്പം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മളിനി വരുമ്പം മനസ്സിലാവും. അതായത് ലാൻഡ് നേരത്തെ പലരും നമ്മൾ ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, ജന്മികളാണ് ലാൻഡ് ഓണർ. ജന്മികളുടെ കയ്യിൽ നിന്ന് കർഷകൻ ആയിട്ടുള്ള ടെനൻ്റ് വാടകയ്ക്ക് അല്ലെങ്കിൽ പാട്ടത്തിന് സ്ഥലം എടുത്ത് കൃഷി ചെയ്തിരുന്നു. അത് അന്ന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമായിരുന്നു. അത് അന്നത്തെ ശരിയായിരുന്നു. അതിൻ്റെ ഒരുപാട് പോരായ്മകൾ വന്നപ്പോഴാണ് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അടുത്ത സ്റ്റെപ്പ് എടുത്തത്. അന്നത്തെ ശരികൾ പിന്നീട് തെറ്റായിട്ട് മാറുകയും അന്നത്തെ നിയമങ്ങൾക്കെതിരെ വേറെ നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പം ആ ഒരു രീതിയിൽ കൃഷി ആവശ്യത്തിന് പാട്ടത്തിന് കൊടുക്കാനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ട്. കൃഷിക്കായിട്ട് ലാൻഡ് ഒരാൾക്കിപ്പം പാട്ടത്തിന് എടുക്കാനായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഓൾമോസ്റ്റ് ഇല്ലീഗലാണ് അങ്ങനെ കാര്യം ചെയ്യുന്നത്. പക്ഷേ കൊമേഴ്ഷ്യൽ പർപ്പസിന് കെട്ടിടം വാടകയ്ക്ക് കൊടുക്കാനായിട്ട് തടസ്സമില്ല, അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാൻ തടസ്സമില്ല. ഓണർക്ക് ടെനൻറ്റിന് വാടകയ്ക്ക് കൊടുക്കാൻ ഇപ്പോഴും അനുവാദമുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പോൾ ഈ ഒരു കാര്യത്തെപ്പറ്റി, ലാൻഡിനെ പറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ ലാൻഡിനെ പറ്റിയിട്ടും ലാൻഡിൽ വരുത്തേണ്ട റിഫോംസിനെ പറ്റിയിട്ടും എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് നോക്കാം. അപ്പോൾ അതിനകത്തൊരു ഹിസ്റ്റോറിക്കൽ ആംഗിളാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. ഇനി ഇന്ത്യയിലെ മൊത്തത്തിലുള്ളൊരു സിസ്റ്റം നോക്കാം. അപ്പോൾ ഒരു ജന്മി സിസ്റ്റം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ഫ്യൂഡൽ സിസ്റ്റം, ജന്മി വ്യവസ്ഥ ഉണ്ടായിരുന്നു, എല്ലാ സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലെയും ഒരു സാഹചര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ, അന്ന് ഒരു സമീന്ദാരി എന്ന് പറയുന്ന ഒരു ഇടനിലക്കാരായിരുന്നു ലാൻഡിൻ്റെ ഓണർഷിപ്പ് ഉണ്ടായിരുന്നത്. അവർ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ പെസൻസിന്, ഫാർമേഴ്സിന് കൃഷി കൊടുക്കുകയും വലിയൊരു വരുമാനം ഈ സമീന്ദാഴ്സ് എടുക്കുകയും ചെയ്യുമായിരുന്നു. വരുമാനം മുഴുവൻ സമീന്ദാഴ്സിന്, റിസ്ക് മുഴുവൻ ഈ ടെനൻസിനായിരുന്നു.
അതിൽ നിന്ന് ഒരുപാട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് ഈ സമീന്ദാരി സിസ്റ്റം. എന്നാൽ റയോട്ട് വാരി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ചില സ്റ്റേറ്റുകളിൽ റയോട്ട് വാരി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. റയോട്ട് വാരിയിൽ ശരിക്കും ലാൻഡിൻ്റെ ഓണേഴ്സ് ഈ കൾട്ടിവേറ്റ് ചെയ്യുന്ന പെസൻസ് തന്നെയായിരുന്നു. ഈ ഒരു ടോപ്പിൽ ഒരു സമീന്ദാർ എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു, കൃഷി ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു റയോട്ട് വാരിയിലെ ഓണേഴ്സ്. പക്ഷേ സമീന്ദാരിയിലെ റിയൽ ഓണേഴ്സ് ഈ സമീന്ദാഴ്സ് ആയിരുന്നു, കൃഷി ചെയ്യുന്നവർ ഈ പെസൻസ് ആയിരുന്നു. അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ഒരു സിസ്റ്റമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന സിസ്റ്റമാണ്. ഇതിനകത്ത് അൾട്ടിമേറ്റ്ലി ബ്രിട്ടീഷുകാരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ ടാക്സ് റവന്യൂ കിട്ടണം. ഈ രണ്ട് കൂട്ടത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ ടാക്സ് റവന്യൂ കളക്ട് ചെയ്തിരുന്നു. അതിനുവേണ്ടി അവരുടെ സൗകര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം ഈ സമീന്ദാരി സിസ്റ്റവും റയോട്ട് വാരി സിസ്റ്റവും ഒക്കെ അബോളിഷ് ചെയ്തതിന് ശേഷം പുതിയ ലാൻഡ് റിഫോംസ് കൊണ്ടുവരാനാണ് ഇന്ത്യൻ ഗവൺമെൻറ് ട്രൈ ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ള ഇടനിലക്കാരെ പലരെയും അബോളിഷ് ചെയ്തതിന് ശേഷം ലാൻഡ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. അബോളിഷിങ് ഇൻ്റർമീഡിയറീസ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ടിങ് ലാൻഡ് എന്നുള്ള കൺസെപ്റ്റാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കീ പ്രൊവിഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് ഒന്നാമതായിട്ട് കീ പ്രൊവിഷനായിട്ട് പറയേണ്ട ഒരു കാര്യം, സ്റ്റേറ്റുകൾക്ക് അതത് സംസ്ഥാനങ്ങൾക്ക് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട റിഫോംസ് പരിഷ്കാരങ്ങൾ വരുത്താനായിട്ട് സ്റ്റേറ്റുകൾക്ക് സംസ്ഥാനങ്ങൾക്ക് അനുവാദം ഉണ്ടായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ട ഒരു സബ്ജക്റ്റാണ്. അതായത് ഷെഡ്യൂൾ 7 അനുസരിച്ചിട്ട് ലാൻഡ് ഈസ് എ സ്റ്റേറ്റ് ലിസ്റ്റ് സബ്ജക്റ്റ് അണ്ടർ ഷെഡ്യൂൾ 7 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ സംസ്ഥാനങ്ങൾക്ക് ലാൻഡിനെ പറ്റി എന്ത് വേണമെന്ന് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെയാണ് കേരളവും ബംഗാളും പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കിയത്. എന്നാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അത് നടപ്പായതുമില്ല. അപ്പോൾ കേരളത്തിൽ നടപ്പായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിലെ സർക്കാർ അന്ന് അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അപ്പം സ്റ്റേറ്റിന് പവർ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലാൻഡിനെ പറ്റി നമ്മൾ പറയേണ്ട ആദ്യത്തെ കാര്യം. Land is a state subject under Schedule 7 of the Constitution. So what is the next point? രണ്ടാമത്തെ പോയിന്റ് നമുക്ക് DPSP ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അനുസരിച്ചിട്ട് ലാൻഡിനെ പറ്റി എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് ബി, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് ബി അനുസരിച്ചിട്ട് സ്റ്റേറ്റ് പോളിസി മസ്റ്റ് എൻഷുർ ദാറ്റ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ലാൻഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു സെർവ് ദി കോമൺ ഗുഡ് എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് ബി അനുസരിച്ചിട്ട് സ്റ്റേറ്റ് പോളിസി മസ്റ്റ് എൻഷുർ ദാറ്റ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ലാൻഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു സെർവ് ദി കോമൺ ഗുഡ്. അപ്പോൾ പൊതു നന്മയ്ക്കായിട്ട് ലാൻഡ് പോലെയുള്ള റിസോഴ്സസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സ്റ്റേറ്റ് ശ്രമിക്കണം എന്നുള്ളതാണ് DPSPയിൽ പറയുന്നത്. അപ്പോൾ DPSP നിങ്ങൾക്കറിയാം, DPSP എൻഫോഴ്സിബിൾ അല്ല, ജസ്റ്റിഫയബിൾ അല്ല. പക്ഷേ സ്റ്റേറ്റിനോട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, ലാൻഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം പബ്ലിക് ഗുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ആർട്ടിക്കിൾ 39 സബ് ക്ലോസ് ബി. അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ അമെൻമെൻറ്റിന് ശേഷം ഒരു ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ആ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 31A. ആർട്ടിക്കിൾ 31Aയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ അബോളിഷൻ ഓഫ് ഇൻ്റർമീഡിയറീസ് ആണ്. ആർട്ടിക്കിൾ 31 അനുസരിച്ച് ഈ സമീന്ദാരി പോലത്തെ സിസ്റ്റത്തിലെല്ലാം ഇൻ്റർമീഡിയറീസ് ആയിരുന്നല്ലോ, സമീന്ദാഴ്സൊക്കെ ഇൻ്റർമീഡിയറീസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇൻ്റർമീഡിയറികളെല്ലാം അങ്ങ് അബോളിഷ് ചെയ്യാണ്, ഇൻ്റർമീഡിയറികളൊന്നും വേണ്ട. അപ്പം അതായത് കൃഷി ചെയ്യുന്നവർ തന്നെ അതിൻ്റെ ഓണേഴ്സായിട്ട് മാറുകയാണ്. അപ്പോൾ അങ്ങനെ ഇൻ്റർമീഡിയറികളെ അബോളിഷ് ചെയ്യുന്ന നിയമങ്ങളെ ജുഡീഷ്യറി ചോദ്യം ചെയ്യാനും പാടില്ല എന്നുള്ള ഒരു ആംഗിളിലാണ് ആർട്ടിക്കിൾ 31A കൊണ്ടുവന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം ഇൻ്റർമീഡിയറീസിനെ അബോളിഷ് ചെയ്യുന്ന നിയമമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പം അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ പോയി ചോദ്യം ചെയ്യാം, സമീന്ദാസിനോ ജന്മികൾക്കൊക്കെ പോയി ചോദ്യം ചെയ്യാം. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്താൽ അവരുടെ അപ്പോൾ അതിന് മുമ്പുള്ള സമയത്ത് ലാൻഡ് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റുമായിരുന്നു. പിന്നീടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ളത് ഇന്ന് ലാൻഡിനെ എടുത്തു മാറ്റിയിട്ട് അതൊരു ലീഗൽ റൈറ്റായിട്ട് മാത്രം ചുരുക്കിയത്. അപ്പം ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്ന സമയത്ത് ലാൻഡിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഏത് നിയമം പാസ്സാക്കിയാലും അവർക്ക് ഹൈക്കോർട്ടിലോ സുപ്രീം കോടതിയിലോ റിട്ട് പെറ്റീഷൻ വഴി പോകാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 31A പറയുന്ന ഒരു കാര്യം കൂടിയാണ്, ഈ പറഞ്ഞ രീതിയിൽ ഇൻ്റർമീഡിയറീസിനെ അബോളിഷ് ചെയ്യുന്ന തരത്തിലുള്ള നിയമങ്ങൾ ആണ് ആർട്ടിക്കിൾ 31A. അപ്പോൾ ഇതിനകത്ത് ജുഡീഷ്യറി ഇടപെടാനും പാടില്ല, ജുഡീഷ്യറിയിൽ ചലഞ്ച് ചെയ്യാനും പാടില്ല എന്നും കൂടെ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. അത്രയും മാത്രം തൽക്കാലം ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷേ ബേസിക്കലി ഇത്രയും മനസ്സിലാക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീമിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതൊരു സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ട സാധനമാണ്, ഷെഡ്യൂൾ 7
DPSPയിൽ എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 39B പറയുന്നത് പബ്ലിക് ഗുഡിന് വേണ്ടി റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് ലാൻഡ് ഷുഡ് ബി റീഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളതാണ് ആംഗിൾ. പിന്നെ ആർട്ടിക്കിൾ 31A ക്യാപിറ്റൽ എ, ആർട്ടിക്കിൾ 31 ക്യാപിറ്റൽ എ എന്താണ് പറയുന്നത്? അതിനനുസരിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 31A പ്രൊട്ടക്ട്സ് ലോസ് അബോളിഷിംഗ് ഇൻ്റർമീഡിയറ്റ്സ് ഫ്രം ജുഡീഷ്യൽ ചലഞ്ച്. അതാണ് ആർട്ടിക്കിൾ 31A. അപ്പം ഈ 31A നമുക്കൊന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാര്യം ഇത് സിലബസിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ ഷോർട്ട് ക്വസ്റ്റനോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റനോ ചോദിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 31A ഒരു ആസ്പെക്റ്റ് ഒന്ന് ആലോചിച്ചാൽ ഇതിൻ്റെ പർപ്പസ് എന്താണ്? നമുക്ക് പറഞ്ഞല്ലോ, ഈ ലാൻഡ് റിഫോംസിനെ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അപ്പോൾ അത് ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ് ഇത് വന്നത്. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951 ആണ് ഈ ആർട്ടിക്കിൾ 31A ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾക്ക് നേരത്തെ അറിയാം, ക്യാപിറ്റൽ ലെറ്ററിലുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അത് അമെൻമെൻറ്റ് വഴി വരുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ആർട്ടിക്കിൾ 31 ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദാറ്റ് കെയിം ത്രൂ ആൻ അമെൻമെൻറ്റ്. ഇറ്റ് കെയിം ത്രൂ ദി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ത്രൂ ദി ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951 ടു സേഫ് ഗാർഡ് ലാൻഡ് റിഫോം ലോസ്. അതാണ് പർപ്പസ്. ഇനി ഇതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നമ്മൾ നോക്കുക. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ജുഡീഷ്യറിയുടെ ഇടപെടലിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പർപ്പസ്. ആർട്ടിക്കിൾ 31A പ്രിവെൻറ്റ്സ് ജുഡീഷ്യൽ ഇൻവാലിഡേഷൻ ഓഫ് ലോസ് എയിംഡ് അറ്റ് 1. അബോളിഷിംഗ് സമീന്ദാസ് ആൻഡ് ലാൻഡ് ലോഡ്സ്. 2. ഇമ്പോസിംഗ് ലാൻഡ് സീലിംഗ്സ് ആൻഡ് റീഡിസ്ട്രിബ്യൂട്ടിംഗ് സർപ്ലസ് ലാൻഡ്. 3. കൺസോളിഡേറ്റിംഗ് ലാൻഡ് ഹോൾഡിംഗ്സ് ഫോർ എഫിഷ്യൻറ്റ് അഗ്രികൾച്ചർ. അപ്പം ഇന്ന കാര്യങ്ങൾക്കായിട്ടൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമം ചലഞ്ച് ചെയ്തിട്ട് സുപ്രീം കോടതിയിൽ പോയിട്ടോ ഹൈക്കോടതിയിൽ പോയിട്ടോ ആ നിയമത്തെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ കാര്യത്തിലാണ്? സമീന്ദാസിനെ അബോളിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്സിനെ അബോളിഷ് ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവന്നാൽ അതിൻ്റെ പേരിൽ കോടതിയിൽ പോകാൻ പാടില്ല. അല്ലെങ്കിൽ ലാൻഡിന് സീലിങ്സ് വെക്കുക, അതായത് ഇത്ര മാത്രമേ ഒരു ഇൻഡിവിജ്വലിനോ ഒരു ഫാമിലിക്കോ ലാൻഡ് കൈവശം വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലാൻഡ് സീലിങ്സ് കൊണ്ടുവരികയും അതിന് പുറമേ ഉള്ള ലാൻഡിന് സർപ്ലസ് ലാൻഡിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നാൽ അതിനെയും ചലഞ്ച് ചെയ്തിട്ട് കോടതിയിൽ പോകാൻ അനുവദിക്കാതിരിക്കുക. 3. ഈ ലാൻഡ് ഇങ്ങനെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് കിടക്കുന്ന ലാൻഡിനെ എല്ലാം കൺസോളിഡേറ്റ് ചെയ്തിട്ട് എഫിഷ്യൻറ്റ് അഗ്രികൾച്ചറിന് വേണ്ടി സർക്കാർ എന്തെങ്കിലും നിയമം കൊണ്ടുവന്നാൽ അതിനെയും ചലഞ്ച് ചെയ്ത് കോടതിയിൽ പോകാൻ പറ്റാതിരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ആർട്ടിക്കിൾ 31A വന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ എനി ലോ ദാറ്റ് അബോളിഷസ് ഓർ മോഡിഫൈസ് റൈറ്റ്സ് ഇൻ ആൻ എസ്റ്റേറ്റ്, ട്രാൻസ്ഫേഴ്സ് ഓണർഷിപ്പ് ടു cultivators of states cannot be challenged on the grounds of violating fundamental rights. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 19 അത് ആർട്ടിക്കിൾ 14 എന്താ, റൈറ്റ് ടു ഈക്വാളിറ്റി എന്നുള്ള ഒരു റൈറ്റോ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അങ്ങനെയുള്ള ഏതെങ്കിലും ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ് വയലേറ്റ് ചെയ്തത് എന്നുള്ള ഗ്രൗണ്ടിൽ കോടതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ആംഗിളാണ് ഈ ആർട്ടിക്കിൾ 31A ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാൻഡ് റിഫോംസ് ലോസിനെ ലീഗൽ ഡിസ്പ്യൂട്ട് ചെയ്യുന്ന സേഫ് ഗാർഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് സോഷ്യോ എക്കണോമിക് റിഫോംസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇക്വിറ്റബിളായിട്ടുള്ള ലാൻഡ് ഡിസ്ട്രിബ്യൂഷനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ഇല്ലസ്ട്രേഷനായിട്ട് പറയാവുന്ന കാര്യമാണ് കേരളത്തിൽ അങ്ങനെ വന്ന നിയമമാണ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963. That act abolished landlordism and redistributed land to tenants. Challenges based on the violation of Article 14, right to equality, were invalidated by the protection under Article 31A. അപ്പോൾ ആർട്ടിക്കിൾ 31A ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ചലഞ്ചസും കോടതിയിൽ നിലനിൽക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ലാൻഡ് റിഫോംസിനെ പറ്റി ഒരു ബേസിക് ഒരു ഐഡിയ കിട്ടുക. ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണം എന്നുള്ളതാണ് മലയാളം. അപ്പോൾ ലാൻഡിൻ്റെ മലയാളം ഭൂമി എന്ന് എടുത്താൽ ഭൂമിയിലുള്ള പരിഷ്കരണങ്ങൾ അതാണ് ലാൻഡ് റിഫോംസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ജന്മി വ്യവസ്ഥയിലൊക്കെ ജന്മിയുടെ കയ്യിലിരുന്ന ലാൻഡിനെ കർഷകരിലേക്ക് എത്തിക്കുന്നത് ഒരു ഭൂപരിഷ്കരണത്തിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. അല്ലെങ്കിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ലാൻഡിന് ഒരു പരിധി നിശ്ചയിക്കുന്നത് ഒരു ലാൻഡ് റിഫോമാണ്. അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ് ചെയ്ത് കിടക്കുന്ന ലാൻഡിനെ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ലാൻഡ് റിഫോമാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് ചില ലാൻഡിനെ ഏറ്റെടുത്ത് ചില പബ്ലിക് പർപ്പസിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി റോഡ് ഉണ്ടാക്കാനോ റെയിൽവേ ഉണ്ടാക്കാനോ ഫാക്ടറി ഉണ്ടാക്കാനോ ഒക്കെ എടുത്താൽ അതുമൊക്കെ ഒരു ലാൻഡിന് വരുന്ന ഒരു റിഫോംസാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലാൻഡ് റിഫോംസ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുത്തുന്നത്. അപ്പോൾ അതിൻ്റെ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാൻഡ് റിഫോംസ്? ഫസ്റ്റ് വൺ, അബോളിഷ് ഇൻ്റർമീഡിയറീസ്. ഇടനിലക്കാരെ അബോളിഷ് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ലാൻഡ് റിഫോംസിൻ്റെ ഒരു കാര്യം. കർഷകൻ തന്നെ നേരിട്ട് കൃഷി ചെയ്യട്ടെ എന്നുള്ള ഒരു ആംഗിൾ. ഇൻ്റർമീഡിയറീസിനെ ഒഴിവാക്കുക. റീഡിസ്ട്രിബ്യൂട്ട് സർപ്ലസ് ലാൻഡ് ടു ലാൻഡ്ലെസ്. എൻഷ്യൂർ ഫിക്സിറ്റി ഓഫ് ടെനുവർ ഓഫ് ടെനൻസ്.
അതായത് ഈ ടെനൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു വാടകയ്ക്കോ പാട്ടത്തിനോ എടുത്ത ആൾക്കാരാണ് ടെനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഒരു ലാൻഡ് എടുത്താൽ അവർക്ക് നാളെ അവരെ പെട്ടെന്ന് ഒഴിപ്പിച്ചു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പം ടെനൻസിൻ്റെ ടെന്യൂവറിന് ഫിക്സിറ്റി കൊണ്ടുവരിക എന്നുള്ളത് ലാൻഡ് റിഫോംസിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. അതേപോലെ ഇക്വിറ്റബിൾ ലാൻഡ് ഓണർഷിപ്പ് എന്നുള്ളതും ഒരു ആസ്പെക്റ്റാണ്. ഇക്വിറ്റബിൾ ലാൻഡ് ഓണർഷിപ്പ് എന്നുള്ളതാണ്. ഈക്വൽ ലാൻഡ് ഓണർഷിപ്പ് എന്നുള്ളതല്ല, ഇക്വിറ്റബിൾ ലാൻഡ് ഓണർഷിപ്പ് എന്നുള്ളതാണ്. ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ പഴയ ഒരു സിസ്റ്റമാണ്. നമ്മൾ പഴയ സിസ്റ്റത്തിൻ്റെ ബാക്കിയാണ് ഇപ്പോഴും ആൾക്കാർ. പഴയ സിസ്റ്റത്തിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലാൻഡ് എല്ലാവർക്കും ഒരേപോലെയൊന്നുമല്ല. ജനിച്ച് വീഴുമ്പോൾ തന്നെ ആൾക്കാർ ഒരേ ഒരു സാഹചര്യത്തിലൊന്നുമല്ല ജനിച്ച് വീഴുന്നത്. ജാതിയോ പല പല സാഹചര്യങ്ങൾ കൊണ്ടോ ഇപ്പോഴും കുറേ ആൾക്കാരുടെ കയ്യിൽ കുറേ ലാൻഡും മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ കുറേ ലാൻഡ് ഇല്ലാതെയുണ്ട്. പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ആൾക്കാരുടെ സ്വന്തം അധ്വാനം കൊണ്ട് ലാൻഡ് കൂടുതൽ അക്യൂർ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് അതിനകത്തൊന്നും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അത് അവരുടെ എഫേർട്ട് കൊണ്ട് അവർ അക്യൂർ ചെയ്തെടുക്കുന്ന ലാൻഡാണ്. അല്ലാതെ അവരുടെ കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവർക്ക് മാത്രമേ ലാൻഡ് കൈവശം വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു നിയമത്തിൻ്റെ ബേസിസിലോ ഒന്നും വരുന്നതല്ല. സെൽഫ് എഫേർട്ട് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതല്ലാതെ ഉള്ള ഒരു ഓവർ അക്യുമുലേഷൻ ഓഫ് ലാൻഡ് ആസ് എ റിസോഴ്സ് ചില ആൾക്കാരിൽ മാത്രം വരുന്നത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ലാൻഡ് ഓണർഷിപ്പ് വേണമെന്ന് പറയുന്നത്. ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആസ്പെക്റ്റാണ്, ഒരു ജസ്റ്റിസ് അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ആസ്പെക്റ്റിൽ കേരളത്തിലാണ് കേരള ലാൻഡ് റിഫോംസ് ആക്ട് 1963 വന്നത്. അതിൻ്റെ മെയിൻ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജന്മി സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്തു എന്നുള്ളതാണ്. ഒരു ഫ്യൂഡൽ ലാൻഡ് ലോഡിസം കേരളത്തിൽ ഉണ്ടായിരുന്നതിനെ അബോളിഷ് ചെയ്തു 1963 കേരള ലാൻഡ് റിഫോംസ് ആക്ട്. ഇറ്റ് ഓൾസോ പ്രൊവൈഡഡ് ടെനൻസ് വിത്ത് ദി റൈറ്റ് ടു പർച്ചേസ് ദി ലാൻഡ് ദേ കൾട്ടിവേറ്റഡ്. അതാണ് അവിടെ വന്നത്. അതായത് ടെനൻസ്, ഈ പാട്ടത്തിൽ കൃഷിക്ക് എടുത്തിരുന്ന പാട്ടക്കാർക്ക് അവർ കൃഷി ചെയ്തിരുന്ന ഭൂമി വാങ്ങിക്കാനുള്ള റൈറ്റ്, അവകാശം കിട്ടി എന്നുള്ളതാണ്. അവർക്ക് വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ്. അതേപോലെ ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരെ പാട്ടക്കാര എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ടെനൻ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വാക്കാണ് കുടികടപ്പുകാർ. കുടികിടപ്പുകാരാണ്, കുടികടപ്പുകാരല്ല, കുടികിടപ്പുകാർ. അപ്പോൾ കുടികിടപ്പുകാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹട്ട് ഡൊല്ലേഴ്സ് എന്നുള്ള വാക്കാണ് നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാവുന്നത്. ഹട്ട് ഡൊല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും ഇവരൊരു കർഷക തൊഴിലാളികളാണ്. അതായത് ടെനൻ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ കർഷകരാണ്. ഈ പലപ്പോഴും കുടികിടപ്പുകാരാവുന്നത് കർഷക തൊഴിലാളികളാണ്, കർഷകരും ആവാം. അപ്പോൾ ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സ്വന്തമായി വീടില്ലാത്തവർ പലരും ചിലപ്പോൾ ജന്മികളുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലുമോ കർഷകരുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ അടുത്ത് അവരുടെ പ്രോപ്പർട്ടിയിൽ വീട് വെച്ച് താമസിക്കും. പക്ഷേ അവർക്ക് വീടിൻ്റെ ഓണർഷിപ്പ് നേരത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കുടികിടപ്പുകാരാണ്. അപ്പോൾ അവരുടെ കുടി എന്ന് പറഞ്ഞാൽ വീട്, അവരുടെ ഹട്ട് ഇരിക്കുന്നത് വേറെ ഒരാളുടെ പ്രോപ്പർട്ടിയിലാണ്. അപ്പോൾ അവർക്കൊരു പൊസഷനേ ഉള്ളൂ, ഓണർഷിപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കുടികിടപ്പ് എന്നുള്ളത് അതൊരു റൈറ്റ് ആക്കുകയും അവരുടെ ആ സ്ഥലം പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുകയും ചെയ്തു കേരള ലാൻഡ് റിഫോംസ് ആക്ട്. അപ്പോൾ കേരള ലാൻഡ് റിഫോംസ് ആക്ട് ആക്ച്വലി ശരിക്കും രണ്ട് രീതിയിലുള്ളൊരു 2-pronged അപ്രോച്ചായിരുന്നു. ഒന്ന്, ടെനൻസിന് അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ്. രണ്ട്, കുടികിടപ്പുകാർക്ക്. കുടികിടപ്പെന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഒരു കർഷക തൊഴിലാളിയുടെ ആംഗിൾ എടുത്ത് നോക്കുക. കർഷകരുടെ പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ ജന്മിയുടെ പ്രോപ്പർട്ടിയിലോ കർഷക തൊഴിലാളികൾ വീട് വെച്ച് താമസിച്ചിരുന്നുണ്ടെങ്കിൽ അവർക്ക് അവരെ കുടികിടപ്പുകാരെന്ന് വിളിക്കുമെങ്കിൽ അവർക്ക് അവർ താമസിച്ചിരുന്ന വീട് വാങ്ങിക്കാനുള്ള റൈറ്റും കൂടെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ട് ആസ്പെക്റ്റും ഈ കേരള ലാൻഡ് റിഫോംസ് ആക്റ്റിൽ നടന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ആംഗിൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ചോളുക. ഒരു ടെനൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. എ ടെനൻ കൾട്ടിവേറ്റിംഗ് റൈസ് ഫീൽഡ്സ് ഫോർ 15 years became the owner under Kerala land reforms, ensuring their livelihood and security. അപ്പം ഒരു പാട്ടത്തിന് എടുത്ത് കൃഷി, ഒരു 15 ഏക്കർ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തിരുന്ന ഒരു ടെനൻറ്റിന് ഈ ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം, ലാൻഡ് റിഫോംസ് ആക്ട് വന്നതിന് ശേഷം ആ കർഷകൻ ആ ഭൂമിയുടെ ഉടമസ്ഥനായി മാറി എന്നുള്ളതാണ്. അയാളുടെ ഒരു ലൈവ്ലിഹുഡും സെക്യൂരിറ്റിയും എൻഷുർ ചെയ്യാനും ഈ നിയമം ഇടയാക്കി എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ നമുക്ക് 1-2 കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം അടുത്ത മൊഡ്യൂളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആദ്യത്തെ മൊഡ്യൂളിൻ്റെ മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സീലിംഗ് ലോസ് എന്നുള്ള ഒരു ആംഗിളാണ്. അപ്പോൾ ലാൻഡിനെ, ഈ സർപ്ലസ് ലാൻഡിനെ നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം,
സർപ്ലസ് അല്ലെങ്കിൽ പോലും ഇപ്പോൾ ജന്മിയുടെ മാത്രം കൈ കിടക്കുന്ന ലാൻഡിനെ നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ടെനൻസിൻ്റെ കയ്യിലേക്ക് കൊടുക്കാനുണ്ട്. അതുപോലെ ടെനൻസിൻ്റെ കയ്യിലാണെങ്കിലും ഒരുപാട് ലാൻഡ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ലാൻഡില്ല. ലാൻഡ് ഇവിടെ ഒരു ലിമിറ്റഡ് റിസോഴ്സാണ് അല്ലേ. ഒരു ഇന്ത്യയിലോ മൊത്തത്തിലോ അല്ല ലോകം മൊത്തം എടുത്താലും ലാൻഡ് പിന്നെ ഉണ്ടാവുന്ന ഒരു സാധനമല്ല. കുറച്ച് മാത്രമേ ലാൻഡുള്ളൂ. ഈ ഭൂമിയിലെ ഒരു 1/3 ലാൻഡുള്ളൂ, ബാക്കി 2/3 ഓഷ്യനാണ്. അപ്പോൾ ഈ 1/3 ആയിട്ടുള്ള ലാൻഡിൽ തന്നെ കുറച്ച് ആൾക്കാരുടെയും മാത്രമാണ് ലാൻഡ് ഇരിക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവരുടെ കയ്യിലൊന്നും ലാൻഡില്ല. അപ്പോൾ അതുകൊണ്ട് ലാൻഡ് അങ്ങനെ ഒരുപാട് കുറച്ച് ആൾക്കാർ മാത്രം കൈവശം വെക്കുന്നത് ശരിയല്ല. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ പിന്നെയും തെറ്റില്ല. പക്ഷേ അതല്ലാതെ ഒരു ബൈ ബർത്ത് തന്നെ ഒരു ചില കാസ്റ്റിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ ചില ഫേവറിസത്തിൻ്റെ ബേസിസിലോ വന്നു ചേരുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ട. ഒരു ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു കൺസെപ്റ്റും ലാൻഡ് സീലിംഗ് എന്നുള്ള കൺസെപ്റ്റും ഒന്ന് ആലോചിക്കാം. ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനോ ഫാമിലിക്കോ കൈവശം വയ്ക്കാവുന്ന ലാൻഡിൻ്റെ പരിധി നിശ്ചയിക്കുകയും സർപ്ലസ് ലാൻഡ് ഗവൺമെൻറ് അക്യൂർ ചെയ്തിട്ട് ലാൻഡ് ഇല്ലാത്തവർക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് ലാൻഡ് സീലിംഗ് ആൻഡ് ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് അങ്ങനെ ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് വരുന്ന സർപ്ലസ് ലാൻഡ് വ്യക്തികളുടെ കയ്യിൽ നിന്നോ ഫാമിലിയുടെ കയ്യിൽ നിന്നോ ഗവൺമെൻറ് അക്യൂർ ചെയ്തിട്ട് അത് ഭൂമി ഇല്ലാത്ത ആൾക്കാരിലേക്ക് ഭൂമി പതിച്ചു നൽകും, പട്ടയം കൊടുക്കും. അപ്പോൾ അതാണ് ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരു ലാൻഡ് ലോഡിന് ഒരു 50 ഏക്കർ അഗ്രികൾച്ചർ ലാൻഡ് കേരളത്തിലുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ ഒരു ലാൻഡ് സീലിംഗ് ലിമിറ്റിനേക്കാളും മുകളിലാണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ ലാൻഡ് സീലിംഗ് ലിമിറ്റിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഇതെങ്കിൽ ഒരു 30-35 ഏക്കർ ലാൻഡ് അയാളുടെ കയ്യിൽ നിന്ന് സർപ്ലസ് ലാൻഡ് ആണെന്ന് ഗവൺമെൻറ്റിന് തോന്നുകയും അത് ഗവൺമെൻറ് അക്യൂർ ചെയ്യുകയും ആ അക്യൂർ ചെയ്ത ലാൻഡ്ലെസ് ആയിട്ടുള്ള ഫാർമേഴ്സിനോ വീതിച്ചു കൊടുക്കുകയും ചെയ്താൽ അതാണ് ലാൻഡ് സീലിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റും ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു കൺസെപ്റ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു സ്കോപ്പ് എന്താണ്, അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണെന്നും കൂടെ നമുക്ക് കണ്ടിട്ട് ഈ വീഡിയോ നമുക്ക് നിർത്താം. അപ്പോൾ അതിൻ്റെ ഒരു സോഷ്യോ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്താണ്, ഒരു സോഷ്യൽ ആംഗിളിൽ എന്താണ് ബെനിഫിറ്റ്, എക്കണോമിക് ആംഗിളിൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ഒരു സോഷ്യോ എക്കണോമിക്കൽ ആംഗിൾ നമുക്ക് ആലോചിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഇക്വാളിറ്റിയെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലാൻഡ് അൺഈക്വലായിട്ടാണ് ഇപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത്. മിക്ക ക്യാപിറ്റലിനെയും പോലെ ലാൻഡ് അൺഈക്വലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ആ അൺഈക്വാളിറ്റി കുറയ്ക്കാൻ പറ്റും. അൺഈക്വാളിറ്റി പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനൊന്നും പറ്റുമൊന്നുമില്ല, പക്ഷേ ഇനീക്വാളിറ്റി കുറയ്ക്കാനായിട്ട് പറ്റും ലാൻഡ് ഹോൾഡിങ്സിൽ. അതാണ് ഒന്നാമത്തെ ഒരു ഇംപ്ലിക്കേഷൻ. 2, ഈ മാർജിനലൈസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ ഒരു മാർജിനിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അത് ഇപ്പോൾ ടെനൻസ് ആവാം, ട്രൈബൽസ് ആവാം, അവരെ എംപവർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇപ്പോൾ ട്രൈബൽസിൻ്റെ കയ്യിലേക്ക് ലാൻഡ് വരിക, ടെനൻസിൻ്റെ കയ്യിലേക്ക് ലാൻഡ് വരിക. അപ്പോൾ ലാൻഡ് ഇല്ലാതിരുന്നവരെ ലാൻഡ് ഉള്ളവരാക്കി മാറ്റുകയാണ്, ക്യാപിറ്റൽ ഇല്ലാതിരുന്നവർക്ക് ക്യാപിറ്റൽ എത്തിക്കുകയാണ്. മൂന്നാമത്തെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂടാനും സാധിക്കും എന്നുള്ളതാണ്, കൂടുമെന്നുള്ളതാണ്. പക്ഷേ ചില സാഹചര്യത്തിൽ അത് പറ്റിയിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷേ അതായത് കൃഷി ചെയ്യുന്ന ആളിലേക്ക് തന്നെ ലാൻഡ് എത്തുമ്പോൾ അയാൾക്ക് പിന്നെ വേറെ ആർക്കും വീതം കൊടുക്കേണ്ട ആവശ്യമില്ല, ജന്മിക്ക് വീതം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ഉണ്ടാവുകയും അത് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആംഗിൾ. അത് എക്സാക്ട്ലി അത് നടക്കാതെ പോയെന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് സീലിംഗ് വന്നതോടുകൂടി ഈ കൃഷി ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന സ്ഥലത്തിന് ലിമിറ്റേഷൻ വന്നതോടുകൂടി കുറച്ച് സ്ഥലത്ത് മാത്രം കൃഷി ചെയ്ത് ആർക്കും വലിയ ലാഭമോ ഒന്നും ഉള്ള ഒരു രീതി ഇല്ലാതെ പോയി. അപ്പോൾ ഒരു ഫ്രാഗ്മെൻറ്റേഷൻ നടന്നിട്ട് ആർക്കും അത്ര ഒരു 2 ഏക്കർ കൃഷി ചെയ്തിട്ട് എന്താണ് കാര്യം, അല്ലെങ്കിൽ 50 സെൻറ്റ് കൃഷി ചെയ്തിട്ട് എന്താണ് കാര്യം എന്നുള്ളൊരു സാഹചര്യം അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു സൈഡാണ്. പക്ഷേ ജനറലി പറഞ്ഞാൽ ഈ ജന്മിക്ക് വീതം കൊടുക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ടെനൻറ്റ് തന്നെ ഓണർ ആയതുകൊണ്ടും അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിക്ക് കുറച്ചുകൂടെ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആസ്പെക്റ്റ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടിനകത്ത് ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ കൊണ്ടുവന്ന സമയത്ത്. അത് പിന്നീടാണ് അത് മാറുന്നത്. പക്ഷേ ഇനീഷ്യലി കൊണ്ടുവന്ന സമയത്തുള്ളൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ജുഡീഷ്യറിക്ക് ഇതിനകത്ത് കയറി ഇടപെടാൻ പറ്റില്ല. അതിനുവേണ്ടി ആർട്ടിക്കിൾ 31A എന്ന് പറയുന്ന ഒരു അമെൻമെൻറ്റ് വഴി ഒരു ആർട്ടിക്കിളും ഇൻസേർട്ട് ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷനിൽ. ജുഡീഷ്യറിക്ക് ഈ ലാൻഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആക്ടിനെയും ഇൻവാലിഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്ന സോഷ്യൽ ജസ്റ്റിസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന റിഫോംസാണ്. അത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇൻവാലിഡേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ളൊരു നിയമം കൂടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കയറ്റുകയും ചെയ്തു. അപ്പോൾ അതങ്ങനെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് 1973 കേശവാനന്ദ ഭാരതി കേസ് വന്നപ്പോൾ ദി കോർട്ട് അപ്ഹെൽഡ് സ്റ്റേറ്റ്സ് പവർ ടു ഇംപ്ലിമെൻറ്റ് ലാൻഡ് റിഫോംസ് അണ്ടർ ദി ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ പ്രൊട്ടക്ടിങ് ദി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദി കൾട്ടിവേറ്റിംഗ് ക്ലാസ്.
അതാണ് ഈ കേശവാനന്ദ ഭാരതി കേസിൽ പോലും കോർട്ട് സ്റ്റേറ്റിൻ്റെ പവർ, ലാൻഡ് റിഫോംസ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റിൻ്റെ പവറിനെ കോർട്ട് അപ്ഹെൽഡ് ചെയ്യുകയാണ് ചെയ്തത്. ബേസിക് സ്ട്രക്ചർ ഡോക്ടറിനെ അവിടെ ഉണ്ടാക്കിയപ്പോൾ പോലും ഈ ഒരു ആംഗിളിനെ അപ്ഹെൽഡ് ചെയ്തിട്ടാണ് കോർട്ട് ഒരു സ്റ്റാൻഡ് എടുത്തത്. അപ്പോൾ ഇതിനകത്തും നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുമ്പം നമ്മൾ ഈ വീഡിയോ തീർക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തടുത്ത ആക്ടുകളിലേക്ക് പോവാം. എന്നാൽ നമുക്ക് ഓവറോളായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ലാൻഡ് നമ്മൾ കണ്ടു. ലാൻഡ് എന്നുള്ള ഒരു ആംഗിൾ, ഹിസ്റ്റോറിക്കൽ ആംഗിളിൽ തന്നെ ലാൻഡ് എങ്ങനെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമായിട്ട് ചുരുങ്ങി, ഒരു അപ്പർ കാസ്റ്റിൻ്റെ കയ്യിൽ മാത്രം ഉണ്ടായിരുന്നിടത്തു നിന്ന് അത് ജന്മികളുടെ കയ്യിൽ നിന്ന് റിയലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നവരിലേക്ക് ലാൻഡ് എത്തിക്കുന്ന ഒരു സിസ്റ്റവും, അതുപോലെ തന്നെ കുടികിടപ്പ് നേടാനുള്ള ഒരു അവകാശം വരുന്ന രീതിയിൽ ലാൻഡ് റിഫോംസ് കൊണ്ടുവരുന്നത് വഴി സോഷ്യോ എക്കണോമിക് ആംഗിളിൽ കേരളത്തിൽ എന്തുമാത്രം മാറ്റം വന്നു, അവിടെ എന്തൊക്കെയാണ് ഒരു വലിയ ചേഞ്ച്. ആക്ച്വലി കേരളം ഇപ്പോൾ കാണുന്ന കേരളം ആയതിന് ഈ ലാൻഡ് റിഫോംസ് ആക്ടിന് വലിയൊരു പങ്കുണ്ട്. അതിൻ്റെ ഗുണവും ദോഷവും ഈ ആക്ടിൻ്റെ തന്നെ ബേസിസിലാണ്. ചില ഗുണങ്ങളുണ്ട്, ചില ദോഷങ്ങളുണ്ട്. പക്ഷേ മൊത്തത്തിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ പോവർട്ടിയിൽ നിന്ന് കരകയറ്റി എടുക്കാനായിട്ട് ഈ ലാൻഡ് റിഫോംസ് ആക്ടിന് പറ്റി. എന്നാൽ ഒരു പരിധി കൂടുതൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ കൃഷി ഒരു മെയിൻ വരുമാനമായിട്ട് മാറുന്ന രീതിയിലേക്ക് എത്താൻ തടസ്സമായത് ഇതുതന്നെയാണ്. ഇപ്പം ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ ഒക്കെ വലിയ രീതിയിലുള്ള കൃഷി ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ വലിയ കർഷകരില്ലാതെ ആയി മാറിയതിൻ്റെ പിന്നിലും ഈ ആക്ട് ആണെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു ആംഗിൾ നമ്മൾ ആലോചിച്ചാൽ. ഇപ്പം പോസിറ്റീവ് ആസ്പെക്റ്റിലേക്ക് നമുക്ക് തൽക്കാലം സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു സോഷ്യൽ ജസ്റ്റിസും ഇക്വിറ്റബിൾ ഡെവലപ്മെൻറ്റും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ഗ്രോത്തും എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ലാൻഡ് ആസ് എ റിസോഴ്സ് വരാനായിട്ട് ഈ നിയമം ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആസ്പെക്റ്റ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലാൻഡ് റിഫോംസ് ആക്ടിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ മൊഡ്യൂൾ. അതിനുശേഷം മൂന്നാമത്തെ നാലാമത്തെ മൊഡ്യൂളിൽ മറ്റ് അടുത്ത നിയമങ്ങളും നമുക്ക് ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടത് കാണുകയും ചെയ്യാം.